പതിവ് പോലെ ഗൈനക്കോളജി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനോ ഡൂസ് ആൻഡ് ഡോൺസ് പറയാനോ ഒന്നുമല്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻഫെർട്ടിലിറ്റിയുമായി എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. വർഷങ്ങളായിട്ടും കുട്ടികളായിട്ടില്ല എന്നുള്ളൊരു വിഷമം ഒരു ഭാഗത്ത്, പിന്നെ അതിൻ്റെ ചികിത്സ, മരുന്ന്, ഇഞ്ചക്ഷൻസ്, ചെലവ്, ഇതൊക്കെ ഉണ്ട്. ഇതിനേക്കാളും ഒക്കെ വലിയൊരു പ്രശ്നം ഈ സൊസൈറ്റി അവർക്ക് കൊടുക്കുന്ന സ്ട്രെസ്സാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചാവുമ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരും കൊലീഗ്സും എന്തിന് വഴിയെ പോകുന്ന ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വിശേഷമൊന്നും ആയില്ലേ? നമുക്കിത് വെറുതെ ഒരു സുഖവിവരം ചോദിക്കുന്ന അത്ര ലാഘവത്തോടെ ചോദിക്കുന്നതാവും, പക്ഷെ അവർക്ക് അത് ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. പലപ്പോഴും അവരുടെ ഒരു കഴിവിനെ ചോദ്യം ചെയ്യുന്ന പോലെയോ ഒക്കെയാണ് അവർക്കത് തോന്നുന്നത്. അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ഈ ഒരു ചോദ്യം പേടിച്ചിട്ട് അവർ ഫങ്ഷൻസിനൊന്നും പോവാതെ ഉൾവലിഞ്ഞ് വിഷമിച്ച് സ്ട്രെസ്ഡായി ഡിപ്രസ്ഡ് ആയിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാർ അവർക്കൊരു കുട്ടിയാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിലുപരി ഒരു കുട്ടിയായി സമൂഹത്തിന് മുന്നിൽ കാണിക്കണം എന്നുള്ള ആ ഒരു ഡെസ്പറേഷനാണ് അവർക്ക് അധികവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ എപ്പോൾ വേണം, അതിന് എന്ത് ചികിത്സ എടുക്കണം, ആരെ പോയി കാണണം, ആർക്കാണ് കുഴപ്പം, എന്ത് മരുന്ന് കഴിക്കണം, ഇതൊക്കെ അവരുടെ സ്വകാര്യതയാണ്. അത് അവരുടെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ബൗണ്ടറി മനസ്സിലാക്കി ഇങ്ങനെ കുത്തിയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. ഇത് പറയാൻ കാരണം ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കുട്ടികളാവാതെ വളരെ ഡെസ്പറേറ്റ് ആയി സ്വന്തം ജീവൻ വരെ എടുത്ത ആൾക്കാരെ എനിക്കറിയാം. വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ആ ഒരു സൊസൈറ്റൽ പ്രഷറാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് കുറെ റീച്ചിനോ ലൈക്കിനോ വേണ്ടി ചെയ്യുന്നതല്ല. ഇത് കണ്ട് കുറച്ചു പേരെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ ഈ സമൂഹത്തിൽ അതൊരു നല്ല മാറ്റമായിരിക്കും. താങ്ക് യു.